ഉദ്വേഗമായതെന്തോ ഉള്ളിൽ നിറയുന്നു. നിഗൂഢതയുടെ ചുരുളഴിക്കാനാണ് ഇനിയുള്ള ശ്രമം. പൊന്നം എന്ന നോവലിൻ്റെ പ്രത്യേകത നിഗൂഢമായ ചില വഴികളിലൂടെയുള്ളൊരു യാത്രയാണ്. ഒരു കാട്ടുഗ്രാമത്തെ കുറിച്ചിട്ടുള്ള ഒരു വിവരണത്തിലൂടെ അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തെ തൊടുന്ന നോവലാണ്. ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു കാട്ടുഗ്രാമം. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും അത് അവിടെ സംഭവിച്ച കഥയായിട്ടൊക്കെ നമുക്ക് തോന്നിയേക്കാം. അത്തരം ഒരു തരത്തിലാണ് കെ.എൻ. പ്രശാന്ത് ഈ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഒരു സിനിമാറ്റിക് ടച്ചോടുകൂടി വളരെ ലളിതമായ സാഹിത്യഭാഷ ഉപയോഗിച്ച് ഒരുപാട് നല്ല പ്രണയ നിമിഷങ്ങളെയൊക്കെ വളരെ രസകരമായി ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. നല്ല നല്ല പ്രയോഗങ്ങളാണ് ഇതിൽ. പ്രണയത്തെക്കുറിച്ചും കാമത്തെക്കുറിച്ചും പ്രതികാരവും പകയും എല്ലാം ഇങ്ങനെ ഒത്തിണങ്ങിയ ഒരു മികച്ച നോവൽ എന്ന് വേണമെങ്കിൽ പൊന്നത്തെക്കുറിച്ച് നമുക്ക് പറയാം. ഇത് സിനിമയാകുന്നു എന്നുള്ളൊരു കൗതുകം കൂടി ഇതിനുണ്ട്. പ്രശസ്ത സംവിധായകൻ ലാൽ ജോസ് ഇത് സിനിമയാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഉടനീളമുള്ള വായനയിൽ ഈ നോവലിലെ കഥാപാത്രങ്ങളെയൊക്കെ ഏതൊക്കെ നടന്മാരും നടിമാരും അഭിനയിച്ചാൽ രസകരമായിരിക്കുമെന്ന് നോവൽ വായിക്കുന്നതോടുകൂടി എൻ്റെ ഉള്ളിലും ഞാനിങ്ങനെ ബന്ധപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇത് നിർബന്ധമായും വായിച്ചിരിക്കേണ്ട പുസ്തകമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വായിക്കാതെ പോയാൽ പ്രണയവും കാമവും പ്രതികാരവും പകയും ഒക്കെ തിങ്ങി നിറഞ്ഞ ഒരു കാട്ടുഗ്രാമത്തെ നിങ്ങൾ അറിയാതെ പോകും. അവിടുത്തെ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തെ നിങ്ങൾ തൊടാതെ പോകും. തീർച്ചയായും നിങ്ങൾ വായിക്കേണ്ടതാണ് പൊന്നം.